എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെ തയ്യലിനെ കുറിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയായിരുന്നു. തയ്യലിന് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കർച്ചീഫാണ്. അത് ആണുങ്ങൾ ഉപയോഗിക്കുന്ന കർച്ചീഫാണ് കേട്ടോ. പഴയ വേസ്റ്റ് തുണി ഉപയോഗിച്ചാൽ മതി കേട്ടോ. പുതിയത് മേടിക്കണം എന്നുള്ളൊരു യാതൊരുവിധ നിർബന്ധമൊന്നുമില്ല. അപ്പം നിങ്ങൾ പഴയ തുണി നിങ്ങൾക്ക് പുതിയത് വേണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കോട്ടൺ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പോപ്ലിൻ, അല്ലെങ്കിൽ ലാൻ പോലത്തെ തുണികളുണ്ടാവും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് മേടിച്ചാൽ മതി. അപ്പോൾ 1/2 മീറ്റർ മേടിച്ചാൽ മതിയാവും കേട്ടോ. മെയിനായിട്ടുള്ള കർച്ചീഫിൻ്റെ നീളവും വീതിയാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോണത്. നീളം വീതി ഇങ്ങനെ, നീളം ഇങ്ങനെ. മനസ്സിലായില്ല? നീളം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നമ്മളിപ്പോൾ ഒരാൾ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കൂലേ, അതാണ് നീളം. വീതി എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിൻ്റെ വട്ടനെ ഭാഗം, അതാണ് വീതി. അപ്പോൾ ഒരു കർച്ചീഫിന്, ഒരു ആണുങ്ങളുടെ കർച്ചീഫിൻ്റെ വീതി എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. അപ്പം നിങ്ങൾക്ക് ഇത് മടക്കി അടിക്കുന്നതിനനുസരിച്ച്, അപ്പം ഇവിടെ നമ്മൾ വക്ക് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുമല്ലോ, അപ്പോൾ ആ വക്ക് മടക്കി തയ്ക്കാൻ എടുക്കുന്ന കൂടുതൽ തയ്യൽ തുമ്പുണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. അപ്പോൾ ഇത് 18 ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. 18 ഇഞ്ച് വീതിക്ക് കൊടുക്കാം, നീളത്തിലും 18 ഇഞ്ച് എടുക്കാം. അതേപോലെ തന്നെ 18 ഇഞ്ച് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 ഇഞ്ചാക്കാം. അത് മെയിനായിട്ടുള്ള അളവുകളാണ് ഞാൻ പറഞ്ഞത് തന്നെ. പിന്നെ അതും വേണ്ട എന്നുണ്ടെങ്കിൽ 13.5 ഇഞ്ച് എടുക്കാം. ഇത് വേണ്ട 13.5. അത് തന്നെ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. ഇത് വീതി, ഇത് നീളം. അങ്ങനെയാണ് മെത്തേഡുകൾ കേട്ടോ. പിന്നെ അഥവാ നിങ്ങൾക്ക് 13.5 ഇഞ്ചും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു 12 ഇഞ്ച് വരെ ആക്കാം. മാക്സിമം അത്രയും തന്നെ വേണം കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. 12 ഇഞ്ച്. ഇത് കണ്ട, ചിലവർ ചെറുത് ഉപയോഗിക്കുള്ളൂ. ശരിക്കുമുള്ള അളവ് 18 ഇഞ്ചാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഏത് അളവിലാണോ നിങ്ങൾക്ക് തയ്ക്കാൻ ഇഷ്ടം ആ അളവിൽ തയ്ക്കാനാണ് പറഞ്ഞില്ലേ. ഉപയോഗിക്കുന്ന തുണികൾ കോട്ടന്, അല്ലെങ്കിൽ പോപ്ലിന്, അല്ലെങ്കിൽ ലാൻ എന്ന് പറഞ്ഞ തുണികളാണ്. അപ്പം നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട, ഇത് ഇവിടെ നിന്ന് 1 വരെ എത്തുമ്പോഴാണ് 1 ഇഞ്ച്. ചിലവർ സെൻറ്റിമീറ്ററിലായിരിക്കും എടുക്കണം ചില ബുക്കുകളിൽ കേട്ടോ. ഇത് കണ്ട, ഇത് സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ വരുമ്പോഴാണ് 1 ഇഞ്ച് ആകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? അപ്പം ഇത് ഈ സാധനം കണ്ട, ഈ സ്റ്റീലിൻ്റെ സാധനം കണ്ട, ഈ ഇവിടം വരെ ഉണ്ടല്ലോ 1/2 ഇഞ്ചാണ്. അപ്പോൾ ഈ 1/2 ഇഞ്ച് കാണാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും കണക്കൂട്ടിട്ട് കളിക്കും ചിലപ്പോൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ പഴയ ഒരു തുണി എടുത്താൽ മതിയാവും. വല്ല മേക്സി തുണിയോ മുണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയത് ഉപയോഗിക്കാൻ എടുക്കുക. അപ്പോൾ ഇന്നലെ ചോക്കിനെ പരിചയപ്പെടുത്തിയായിരുന്നു. തുണിയിലെ അളവെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചോക്ക്. എപ്പോഴും ചോക്കും ടേപ്പും ഒക്കെ കാണുന്ന സ്ഥലത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതിങ്ങനെ 18 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്താം. ഏത് ഡ്രസ്സും എന്താണെങ്കിലും, ഒരു കർച്ചീഫാണെങ്കിലും തയ്ക്കാനാണെങ്കിലും നിങ്ങൾ തേച്ചിട്ട് മാത്രം തയ്ക്കാൻ വേണ്ടി നിൽക്കുക, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആവില്ല. അഥവാ തേപ്പോട്ടി ഇല്ലെങ്കിൽ കുറച്ച് ഒരു പാത്രത്തിൽ, സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമുക്ക് വെള്ളം ചൂടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തേച്ചെടുക്കാം. പിന്നെ സെയിം തന്നെയാണ് കേട്ടോ നീളം എടുക്കുന്നത്. ഇത് കണ്ട, ഇതേപോലെ തന്നെ സെയിം തന്നെയാണ് നമ്മൾ നീളം എടുക്കുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ട് ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു സ്ക്വയർ ആയിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കാം. 1/2 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്ക് 2 കർച്ചീഫ് തയ്ച്ചെടുക്കാം കേട്ടോ. കറക്റ്റ് പോയിന്റഡ് ആയിട്ടാണ് വെട്ടുന്ന സമയത്ത് പോലും കറക്റ്റായിട്ട് വരച്ചിട്ട് വേണം. കാരണം ബിഗിനേഴ്സിന് വളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, എല്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ. ഇതൊരു ടവല് നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യ പടി തന്നെ നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. ഹെമ്മിങ് ചെയ്യാൻ എടുക്കുമ്പോൾ ആദ്യം ഒരു മടക്ക് കൊടുക്കുക. ഇത് കണ്ട, ഇതേപോലെ മടക്ക് കൊടുക്കുക. പിന്നെയും ഒരു മടക്കും കൂടി കൊടുക്കുക. ഇത് തേച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വക്കുണ്ടല്ലോ, തേച്ചിട്ട് ചെയ്താൽ നല്ല ഫിനിഷിങ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇത് ഈ 4 വശം ഉണ്ടല്ലോ തേച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തേച്ചെടുക്കുക. ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കുക. ഇത് കണ്ട,
ഒരു 1/2 ഇഞ്ച് മടക്കാം. നിങ്ങൾക്ക് 1/2 ഇഞ്ച് മടക്കാൻ അറിയില്ലെങ്കിൽ ടേപ്പ് വെച്ച് അളന്നിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. വരച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ മടക്കിയിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഫസ്റ്റ് ഞാൻ ഹെമ്മിങ് ആണ് കാണിക്കണത്. എന്നിട്ടാണ് നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് മെഷീനിൻ്റെയൊക്കെ പറഞ്ഞു തന്നിട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് കയറുള്ളൂ കേട്ടോ. അതായത് മെഷീൻ തയ്യലിലേക്ക് കയറുള്ളൂ കേട്ടോ. അപ്പം ഹെമ്മിങ് ചെയ്യുമ്പോഴുണ്ടല്ലോ ഇതേപോലെ കെട്ടിട്ട് കൊടുക്കരുത്. അത് മാത്രമല്ല നമുക്ക് ഒറ്റ നൂല് മതിയാവും ഹെമ്മിങ് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ വൈറ്റ് തന്നെ വെച്ച് വേണം ചെയ്യാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി ഞാൻ വേറൊരു കളറിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ബ്ലാക്ക് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട ഇതേപോലെ നൂല് ഒറ്റയാക്കി ഇടണം. ഒരു നൂല് ഇവിടെയും ഒരു നൂല് താഴത്തും വരുന്ന രീതിയിൽ വേണം ഒറ്റയാക്കി ഇടാനായിട്ട്. അപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് തുടങ്ങേണ്ടത് ഇവിടെയാണ് കേട്ടോ. നോക്കിക്കേ, നമ്മളിത് കെട്ടിട്ടിട്ടില്ല, കെട്ടിടാൻ പാടില്ല. സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് ഹെമ്മിങ് ആണെങ്കിലും ഹുക്സ് ആണെങ്കിലും എന്ത് തയ്ക്കുന്ന സമയത്തും നമ്മൾ കെട്ടിടാൻ പാടില്ല. അപ്പം നമ്മൾ ഇതേപോലെ ഇങ്ങനെ മടക്കി പിടിക്കുക. ഇത് വേണ്ട, ഈ ചൂണ്ടുവിരൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചു പിടിക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒന്ന് ഒരെണ്ണം കൊടുക്കുക. നോക്കിക്കേ, ഇതേപോലെ വരുമ്പോൾ വലിക്കരുത് കേട്ടോ. നൂലിനെ പതുക്കെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തണം. എന്നിട്ട് വേണം അടുത്തത് കൊണ്ടുവരാനായിട്ട്. അടുത്തത് കൊണ്ടുവരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഇതേപോലെ പകുതി വരെ നിർത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി സൂചി എടുക്കണം. അപ്പം നമുക്കിത് ലോക്കായിട്ട് കിട്ടും. കണ്ടോ? പിന്നെ നമ്മൾ ഒരെണ്ണം കൂടി കൊടുക്കണം കേട്ടോ. ഈ ഒരെണ്ണം കൊടുക്കണത് ഒന്നും കൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയാണ് കേട്ടോ. അടുത്തത് ഹെമ്മിങ് ആണ്. കെട്ടിടണതാണ് ഇപ്പോൾ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ട, നേരെ വേണം തയ്യൽ കൊടുക്കാൻ. ചിലവരിങ്ങനെ ചരിച്ച് കൊടുക്കും. അതല്ല ഹെമ്മിങ്, ഇതാണ്. ഇവിടെയും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുത്താം, ഇതിലും കുത്താം. താഴത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പോയിന്റഡ് ആയിട്ടേ തയ്യൽ വരാൻ പാടുള്ളൂ, സ്റ്റിച്ചിങ് കാണാൻ പാടുള്ളൂ. എന്നാലും മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് കണ്ട, കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുന്ന സമയത്തുണ്ടല്ലോ ചരിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നത്. നോക്കിക്കേ, ഇത് കണ്ട, ഇതേപോലെ എടുക്കുക, ഇങ്ങനെ കുത്താം. ചെറുതായിട്ട് പോയിന്റഡ് ആയിട്ടേ വരാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ബിഗിനേഴ്സ് ആണെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ച് ഇത് ചെയ്യാൻ നോക്കാം. ഇത് നമുക്ക് ചുറ്റും അങ്ങോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ ഒരു മൂല എത്തുമ്പോൾ ഒരു തയ്യൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതേപോലെ ഉണ്ടല്ലോ നമ്മൾ 2 3 ഇങ്ങനെ 1 2 3 ഇത് കണ്ട ഇതേപോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരുമിച്ച് വലിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ചിങ് കഴിയും കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതിങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് വലിക്കണം. എന്നും പറഞ്ഞാൽ നൂല് പൊട്ടിപ്പോകുന്ന വിധത്തിൽ വലിക്കാൻ പാടില്ല കേട്ടോ. നോക്കിക്കേ, ഒന്നുകൂടി നോക്കിക്കോടാ. 1 2 3 ഇതേപോലെ ഇങ്ങനെ വലിച്ചാൽ പെട്ടെന്ന് കഴിയുന്നതാണ് ഹെമ്മിങ്. അപ്പോൾ നമ്മളിവിടെ ഈ ലാസ്റ്റ് ഈ സ്ക്വയർ പോലത്തെ സംഭവം കണ്ട അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ എത്തുമ്പോൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ എത്തുമ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്കത് അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കാനായിട്ട്. ഇത് കണ്ട, ഇത് ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ഈ ഭാഗത്ത് കൂടി കൊണ്ടുപോയിട്ട് നൂല് ഇതിൽ തട്ടാൻ പാടില്ല കേട്ടോ, കാണാൻ പാടില്ല. എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ പോയിന്റിൻ്റെ അവിടെ എത്തണം. അതായത് താഴ്ഭാഗത്ത് അതിൻ്റെ ഇത് കാണാൻ പാടില്ല എന്ന്, അതാണ് ഉദ്ദേശിച്ചിട്ടാ. എന്തിനും ഒരു ഫിനിഷിങ് വേണമല്ലോ, അതാണ് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ ഈ കോർണർ വേണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അഭംഗി ഉണ്ടാവില്ല. പുറത്തേക്ക് ഇങ്ങനെ ചാടി നിൽക്കണണ്ട, അത് വരില്ല. നോക്കിക്കേ, ഇവിടെയാണെങ്കിലും നോക്കിക്കേ, ഇതേപോലെ ഇങ്ങനെ ഇത് കണ്ട ഇതേപോലെ വന്ന് നിൽക്കും. അപ്പം അതില്ലാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ മടക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് തുടങ്ങാം. ഇതേപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതൽ തുടങ്ങിയ പോലെ ഇരിക്കുവേ. നോക്കിക്കേ, കണ്ട ഇതേപോലെ നമുക്ക് ചുറ്റിനും ചെയ്തു കൊടുക്കാം. അപ്പം അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ സ്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡിലിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്ലോ ഒന്ന് കുറഞ്ഞ് കിട്ടും കേട്ടോ.
അപ്പോൾ ഇത് തുന്നിത്തീരാനായിട്ടാ. തുന്നിത്തീരുന്ന സമയത്തും നമ്മൾ എൻഡിങ് അവസാനിപ്പിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുക. കെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ഇതിട്ട് കൊടുക്കാം. പിന്നെ ഫസ്റ്റ് നമ്മളെങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ വന്ന് വീണ്ടും അതിൽ കൂടി സൂചി കയറ്റി ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. വീണ്ടും അതേപോലെ തന്നെ ഒരെണ്ണം കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. കെട്ടൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം കർച്ചീഫിൻ്റെ പണി കഴിഞ്ഞു. ഇത് ഞാൻ കളർ വെച്ച് കാണിച്ചത് ഫോണിൽ ചിലപ്പോൾ കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കളർ വെച്ച് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളും ഇതേപോലെ തന്നെ ഒന്ന് കർച്ചീഫ് തയ്ച്ച് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? നല്ലതായിട്ടില്ലേ? അപ്പം നിങ്ങളും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.